ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു നീണ്ട യാത്ര പോവാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും കുച്ചും കൂടെ, ബിബിനില്ല. അപ്പോൾ കുച്ചു എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ വി ആർ ഫ്ലൈങ് ടു കാലിഫോർണിയ. അപ്പം നമ്മൾ ഫിലഡൽഫിയ എന്നാണ് കാലിഫോർണിയയിലോട്ട് പോകുന്നത്. ദിസ് ഈസ് ഫിലഡൽഫിയ എയർപോർട്ട്. അപ്പം ബിബിൻ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബിബിൻ നമ്മളോട് ബൈ ബൈ പറഞ്ഞു പോവാണ്. ജസ്റ്റ് ഒരു വീക്കെൻഡ് ട്രിപ്പാണ് കേട്ടോ. എനിക്കവിടെ എൻ്റെ കസിൻസ് കാലിഫോർണിയയിലുണ്ട്. പിന്നെ അവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും കുച്ചും കൂടെ പോവാണ്. ബിബിന് കുറച്ച് ജോലി തിരക്കുകളൊക്കെ കാരണം ബിബിൻ വരുന്നില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ജേർണി ഹിയർ. അപ്പം ഇപ്പൊ കുറച്ച് നാളായിട്ട് എവിടെ പോയാലും നിങ്ങളെ ഞാൻ കൂടെ കൂട്ടാറുണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് കാലിഫോർണിയ കണ്ടിട്ട് വന്നാലോ. ഇൻസൈഡ് അമേരിക്ക ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാനും കുച്ചും കൂടെ ഇങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് പോകുന്നത് കേട്ടോ. ഇതിനു മുന്നേ ഒരു 3.5 years ബാക്ക് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനും കുച്ചു ഒറ്റയ്ക്കായിരുന്നു ഫ്ലൈറ്റ് കയറി വന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കുച്ചു തീരെ ചെറുതായിരുന്നു. ഇന്ന് അവൻ എന്നെ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ബിബിൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ കുറച്ചധികം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറണം എന്ന് അവന് തോന്നുന്നു. നമ്മുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളെ A12 ആണ് ഗേറ്റിൻ്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് വിശക്കുന്നുണ്ട്. 11:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ പോവാണ്. കുച്ചുന് മക്ഡൊണാൾഡ്സിന് വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ എനിക്ക് മക്ഡൊണാൾഡ്സ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു കടയിൽ നിന്ന് കയറി നമുക്ക് ഫുഡ് കഴിക്കണം. സ്കാനല്ല, മറ്റേ സൈഡ് വല്ലതും ആയിരിക്കും മക്ഡൊണാൾഡ്സ്. നമുക്ക് തിരിച്ചു പോകാൻ സമയമില്ല. നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് കയറി കഴിക്കാം. ഓക്കെ. കുച്ചുനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മക്ഡൊണാൾഡ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ബെറിറ്റോസ് ഉണ്ട്, ബെറിറ്റോസ് കഴിച്ചാലോ? ബെറിറ്റോസ് നമ്മുടെ ഗേറ്റിനടുത്തായാലും മക്ഡൊണാൾഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. മക്ഡൊണാൾഡ്സിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പം അവസാനം നമ്മൾ ഈ ഒരു ബെറീറ്റോയുടെ കടയിലാണ് വന്ന് എത്തിയിരിക്കുന്നത്. ബെറീറ്റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കഥ പറയാനുണ്ട്. കഥയല്ല, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വന്ന സമയത്ത് ഈ ഒരു സംഭവം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ചപ്പാത്തിക്കകത്ത് ചോറ് വെച്ചിട്ട് കറികളെല്ലാം കൂടി നിരത്തിയിട്ട് റോളാക്കി കഴിക്കുന്നു. നമ്മൾ ഈ ചപ്പാത്തിയും ചോറും കൂടെ എങ്ങനെ കഴിക്കും എന്ന് എനിക്ക് ഭയങ്കര ഒരു ചോദിച്ചിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പോൾ ബെറീറ്റോസ് ഒക്കെ ഫുള്ള് പോലെ കണ്ണു അടച്ച് കഴിക്കും. അത് ഒരു ഫുഡ്, വെറൈറ്റി ഓഫ് ഫുഡ്. നമ്മളൊരു ഫുഡി ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെല്ലാം കഴിക്കണം. അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് അങ്ങനെയെന്നൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും സംഭവത്തിന് അത്യാവശ്യം കത്തിയായിരുന്നു. സാറിന് ഇവിടുത്തെ എയർപോർട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കത്തിയായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ എനിവേ ഇതെന്താ കടയിൽ ഞാൻ മറന്നു. എനിവേ ഈ ഒരു 2 ബെറീറ്റോ മേടിച്ചപ്പോഴത്തേനും അത്യാവശ്യം നല്ല കുറച്ചൊരു പൈസയായി. എത്രയാണെന്നുള്ളത് ഞാൻ അവിടെ പറയുന്നില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബെറീറ്റോസ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചൂടോടെ കഴിക്കണം. നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ബെറീറ്റോ നല്ല തണുത്ത് ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ചൂടോടെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു വലിയൊരു സങ്കടം എനിക്കുണ്ടായി. അവസാനം തന്നെ നമ്മൾ വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഫുഡ് സാധനങ്ങളായിട്ട് കുച്ചിയോടെ വെയിറ്റ് ചെയ്യാണ്. ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടെ. ആദ്യത്തെ ഫ്ലൈറ്റിലോട്ട് ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഓൾറെഡി ബെറിറ്റോ കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. യു എയ്റ്റ് മൈ ബെറിറ്റോ. നമുക്ക് വിശക്കുവാ. അപ്പം നമ്മൾ ഫ്ലൈറ്റിനകത്ത് സെറ്റിൽഡായി. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് ഞങ്ങൾക്ക് 3 ഫ്ലൈറ്റ് കയറാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പം ഫിലഡൽഫിയിൽ നിന്ന് എൻ്റെ കൺമഷി കുച്ചി ടിഷ്യൂ പേപ്പർ എടുത്തു തരാമോ? കൺമഷി കുച്ചി ചിരിക്കുന്നു. കൺമഷി മൊത്തം പടർന്നു. ഓക്കെ, എനിവേ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫിലഡൽഫിയിൽ നിന്ന് ഫിനിക്സിലോട്ട് പോകും. അതിന് ഫിനിക്സിൽ നിന്ന് സാന്റിയാഗോയിലോട്ട് പോകും ഒരു ഫ്ലൈറ്റ്, അടുത്ത ഫ്ലൈറ്റ്. പിന്നെ സാന്റിയാഗോയിൽ നിന്ന് സാനോസിലോട്ട് അടുത്ത ഫ്ലൈറ്റ്. അങ്ങനെ ഇന്ന് നമ്മൾ 3 ഫ്ലൈറ്റ് മാറി കയറണം. 3 flights. But how come you said we're going to Santos after? സാനോസിലോട്ടുള്ള ലാസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം നമ്മളിപ്പോ ഇവിടുന്ന് 11:50 രാവിലെ. 4 flights, right? No, 3 flights. Then what? The first flight is Phoenix. The second flight is San Diego. The third flight is Santos, and the fourth flight is. എന്താ പറയാൻ വന്ന 11:45 ഇവിടുന്ന് ഇറങ്ങി. വൈകിട്ട് 6 മണി കാലിഫോർണിയൻ ടൈം 6 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. നമ്മുടെ പെൻസിൽവേനിയ ടൈമും അവിടുത്തെ ടൈമും നമ്മൾ 3 മണിക്കൂർ പുറകിലോട്ടാണ് അവിടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 11 മണിക്ക് എത്തിയത്, ഇറങ്ങുന്നത് അവിടുത്തെ 6 മണിക്ക് എത്തും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 9 മണിയാവും. അപ്പം നമുക്ക് ഇനി അധികം ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര വിശക്കുന്നു. അതാ എടുത്ത് വെച്ചു, നമ്മുടെ ഫുഡ് എടുത്താ അവിടെ വെക്ക്, അമ്മയുടെ എടുത്ത് വെച്ചു. ഇത് ബെറിറ്റോ
അലൂമിനിയം ഫോയിലിൽ അവർ കവർ ചെയ്താ തന്നത്. പക്ഷെ അത് കുച്ചു I തുറന്നപ്പോഴേനും didn't do that. I put this. തുറന്നപ്പോഴത്തേനും അലൂമിനിയം ഫോയിലൊക്കെ ഒരു വഴിക്ക് പോയി. ടിഷ്യൂ പേപ്പർ കഴിക്കല്ലേ, അപ്പൊ ഞാനത് ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്തെടുത്തു. Let's put it on. Let's go. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ഫ്ലൈറ്റ് നമ്മുടെ 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഫിനിക്സ് എത്തത്തുള്ളൂ. പിന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു ഫ്ലൈറ്റാ. 1 hour അത്രേ ഉള്ളൂ. I hope I don't die in the process. ചെയ്തോ? ഇനി ഞാൻ ഉറങ്ങാൻ പോവാ. Going to sleep. Bye. കുച്ചു എന്ത് ചെയ്യാൻ പോവാ? കുച്ചു എന്ത് ചെയ്യാൻ പോവാ? When I get back internet, I'm gonna watch some TV. 5.5 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റാണ്. പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് TV എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ല. മനഃപൂർവ്വം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോസ് ഒന്നും ഇല്ല കാണാനായിട്ട്. അപ്പം ഞാനും കൊച്ചും കൂടെ ഇങ്ങനെ ബോറടിച്ച് സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കോഫി അവർ കൊണ്ടു തന്നു. കോഫിയും പിന്നെ കൊച്ചു എനിക്ക് വന്ന എന്തോ ജ്യൂസ് എന്തോ അവൻ കുടിച്ചത്. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ടൈം പാസുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. കൊച്ചു ഹൗ ഈസ് യുവർ എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് യാത്ര? I'm hungry. ഹംഗ്രിയോ? അപ്പൊ ഏകദേശം 5.5 മണിക്കൂറായിട്ട് ഫ്ലൈറ്റിൽ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. കൊച്ചുവിന്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു അനുഭവമാണിത്. ഒരു സെക്കൻഡ് പോലും അവന് വെറുതെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ 5.5 മണിക്കൂറും സ്റ്റക്കായിപ്പോയി. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. 10 minutes until we're in the seatbelt. What time is it? കുച്ചുവിന്റെ സൗണ്ട് ഒക്കെ പോകുന്നു, കുച്ചുവിന് എന്തോ പോലൊക്കെ വരുന്നു എന്നൊക്കെയാണ് കുച്ചു പറയുന്നത്. What time is it? എനിക്കങ്ങനെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒന്നും അങ്ങനെ വലിയ പ്രശ്നമുള്ളതല്ല. പക്ഷെ ഇത്തവണ എന്താ അറിയത്തില്ല, ഭയങ്കര ഒരു തലവേദന എന്തോ ഒക്കെ പോലെ, ഛർദ്ദിക്കാൻ വരല്, അത്ര സുഖമില്ല. കുച്ചുവിനും എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. മൗണ്ടൻസ് ഓഫ് അരിസോണ കാണിച്ചേ. മൗണ്ടൻസ് ഓഫ് അരിസോണ. നമ്മുടെ ഈ ഫ്ലൈറ്റ് ഡിലേ ആയി. ഇനി ഒരു 20 മിനിറ്റും കൂടെ ഉള്ളൂ ഫ്ലൈറ്റ്. അടുത്ത ഫ്ലൈറ്റ് 20 മിനിറ്റ്സ് ഡിപ്പാർട്ട് ചെയ്യാനായിട്ട്. ബോർഡിംഗ് അല്ല, ഡിപ്പാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഫുഡ് എടുക്കാനുള്ള സമയമില്ല. അപ്പം നമ്മളിപ്പം A7 എത്തണം. ഇനിയൊരു 5 മിനിറ്റ് നടക്കാനുണ്ട്. കുച്ചു ഓടി വാടാ. അപ്പൊ ശരി, ഇനിയിപ്പോ അടുത്ത ഫ്ലൈറ്റിനകത്ത് കേറിയിട്ട് കാണാം. നടന്നു വെച്ചു. ഓക്കെ, ഫൈനലി നമ്മളിവിടെ എത്തി. A7 ഗേറ്റ്. 10 മിനിറ്റ് മുന്നേ. ഇപ്പം ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ട് ഇനി 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എത്തിയത്. ഇത്രയും നമ്മളിങ്ങനെ ഭയങ്കര ഈ ഒരു ക്രിട്ടിക്കലായിട്ടൊരു ആദ്യമായിട്ടാണ് നമ്മളൊരു ഫ്ലൈറ്റ് കയറുന്നത്. ഇനിയിപ്പോൾ ഈ ഫ്ലൈറ്റ് പറക്കാനായിട്ട് വെറും 5 മിനിറ്റേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ എത്തിയത്. ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറി. അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ. കാലൊക്കെ ലെഗ് സ്പേസ് ഒക്കെ അടിപൊളി, സീറ്റൊക്കെ അടിപൊളി അല്ലേ കൊച്ചും? ലോട്ട് ഓഫ് സ്പേസ്. പക്ഷേ ഈ ഫ്ലൈറ്റ് നമുക്ക് എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിയാടാ? ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മളത് സാധിച്ചു. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്ട്രെസ്സായി പോയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബോർഡിംഗ് പാസ്. അഞ്ചര മണിക്കൂറുണ്ടായിരുന്ന ആദ്യത്തെ ഫ്ലൈറ്റിൽ കുച്ചു ഒറ്റ മിനിറ്റ് കണ്ണടച്ചില്ല. ഇത് 1 മണിക്കൂറുള്ള ഫ്ലൈറ്റിൽ അവസാനം 10 മിനിറ്റ് ആയപ്പോഴത്തേനും കുച്ചു ഉറങ്ങിപ്പോയി. നമ്മൾ ഇനി 3ാമത്തെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയേക്കുന്നത് സാന്റിയാഗോയിലാണ്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് സാനോസെയിലോട്ടാണ്. ഗേറ്റ് 30 ആണ് നമ്മുടെ അടുത്ത ഗേറ്റ്. നല്ല വിശക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതും കുറച്ച് ഡിലേഡ് ആണോ, ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. കുച്ചു നമുക്ക് നോക്കിയിട്ട് പോവാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാനോസയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അടുത്ത ഫ്ലൈറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ് ഉണ്ട്.
അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ജാക്സ് എവിടെ? നമുക്ക് ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് പോകാൻ പറ്റും, ഒത്തിരി തിരക്കില്ലാത്ത. അവിടെ ഏതെങ്കിലും ഞങ്ങളപ്പം പെട്ടെന്ന് കുറച്ച് ഫുഡ് മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റിലോട്ട് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നല്ല വിശക്കുന്നുണ്ട്, കുറേ നേരമായി നമ്മളിങ്ങനെ നിൽക്കുന്നു. നമ്മളപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റും കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സാന്റിയാഗോയോട്ട് ബൈ ബൈ പറഞ്ഞ് സാനോസയിലോട്ട് പോവുകയാണ്. ഇത്രയും നേരം ഞാൻ സാനോസ് എന്നൊക്കെയാണെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. പണ്ട് ഞാൻ സാൻ ജോസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ ആരോ കറക്റ്റ് ചെയ്തത് സാനോസയാണെന്ന് അന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കത് വിട്ടുപോയി. സാനോസെ. സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയിൽ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാണാൻ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇറ്റ്സ് എ ബീച്ച് ഏരിയ. അപ്പം ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേനും എനിക്ക് തോന്നിയ ഒരു വലിയൊരു മണ്ടത്തരമായിപ്പോയി. ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് വരായിരുന്നു. എന്തായാലും നമ്മളവിടെ ഫ്ലൈറ്റ് ലേ ഓവറും ഒക്കെ ഇറങ്ങേണ്ടി വന്നായിരുന്നല്ലോ. അങ്ങനെ ചെയ്യായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിച്ചു. എനിവേ അത് നടന്നില്ല. ഇനിയിപ്പം എപ്പോഴെങ്കിലും ഇൻ ഫ്യൂച്ചർ നമുക്ക് സാന്റിയാഗോയിൽ പോകാൻ പറ്റുവാണെങ്കിൽ. അപ്പം ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സ്നാക്സ് കഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാണ്. എന്തായാലും സംഭവം ഞാൻ മറന്നുപോയി. കുറേ 3-4 ഫ്ലൈറ്റ് ആയപ്പോഴത്തേനും ഇതെന്തായാലും സംഭവം ഞാൻ മറന്നുപോയി. ഇനി 30 മിനിറ്റ്സ് കൂടെ ഉണ്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ആകാശത്തൂടെയുള്ള സഞ്ചാരം തീരുകയാണ്. 3 ഫ്ലൈറ്റ് കയറി ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ളും ആകാശത്തായിരുന്നു. ഏകദേശം നമ്മൾ ഇന്ത്യയിൽ പോകുന്ന അത്രയും തന്നെ ദൂരം അല്ല. Just landing, right? 9.5 out of 10. What was the first flight? ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ലാൻഡിങ് ഹോറിബിൾ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ഛർദ്ദിക്കാനൊക്കെ വരുന്ന തോന്നുന്നത് ആദ്യത്തെ ഫ്ലൈറ്റ്. Until we have safely reached the gate. And then our pilots will be turning off the seatbelt signs when scatter points towards a future flight. സാനോസിൽ ഇറങ്ങി ഇനി ബാഗ് കളക്ട് ചെയ്യണം. തീർന്നു, പരിപാടി തീർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യും. പിന്നെ നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോകും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ പറ്റുന്ന പോലെ ബാക്കി കുറച്ച് വീഡിയോസും കൂടെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ബാഗ് കളക്ട് ചെയ്യട്ടെ. ബാഗ് ഈസ് കമ്മിങ്. അപ്പം ഇതാണ് സാനോസെ. ഇവിടെ നമ്മളെ പിക്കാനായിട്ട് എൻ്റെ നീസ് വരും കേട്ടോ. അപ്പം അവളെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. സാനോസയിൽ ഞാൻ ഇതിന് മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട്. ഐ മീൻ ലൈക്ക് കാലിഫോർണിയയിൽ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ യാത്രയല്ലോ. ഏകദേശം കൊച്ചു മടുത്തു, ഞാനും മടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോട്ടലിൽ പോയി വീട്ടിലൊക്കെ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. അതിവിടെ നിൽക്കട്ടെ. ഈ ഒരു സംഭവം എന്താണെന്നറിയോ? ഇതാണ് ഇവിടുത്തെ റോബോ ടാക്സി വെയ്മോ. ഡ്രൈവർ ഇല്ലാത്ത കാറാണ്. ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ സീറ്റിൽ സ്റ്റിയറിംഗ് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഡ്രൈവർ ഇല്ല ഇവിടെ. അപ്പം നമുക്ക് പാസഞ്ചറായിട്ട് ബാക്ക് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോകാം. എനിക്കും കൊച്ചുവിനും ഇതൊരു ഭയങ്കര അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. നമുക്കിത് പെൻസിൽവേനിയയിലില്ല കേട്ടോ. അമേരിക്കയിലെ കുറേ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ഉണ്ട്. ആശി ഇവിടെ ഹോട്ടലിൽ ഇറക്കി. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. സോ ഞാൻ നിങ്ങളെ നമ്മുടെ റൂമൊക്കെ കാണിച്ചു തരാം. And the elevator is just straight ahead to the 3rd floor. Is it the 3rd floor? Okay. Yes. Thank you so much. You're Bye. welcome. Have a good day. night. Thank Bye. you. Which one? 3rd floor. Those are locked here. What's this subject? 5370. Come this way. It's been a long time. അല്ലേ നമ്മളെ Yeah. ഹോട്ടലിൽ താമസിച്ചത് വിത്തൗട്ട് അപ്പ. Yeah. This is the one you want to open. Yes. Let me have the key. Immediately you have to open. Okay, fine. Let's do a room tour immediately. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓവൻ ഉണ്ട്. We have the washroom here. This is the washroom with a cubicle. Hey, Papa.
എനിക്ക് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് പോവാം. അവിടെ ആശയുടെ വെയിറ്റ് ചെയ്യല്ലേ. ആൻഡ് വി ഹാവ് അവർ ബെഡ് ആൻഡ് കുച്ചു ഹാസ് എ ടി വി. കുച്ചുന് ടി വി ഉണ്ട്. ദർ ഈസ് ദ മിറർ. ഇവിടുന്ന് എന്താ നോക്കട്ടെ. നത്തിങ് മച്ച്. ആഷി അവിടെ നിൽപ്പുണ്ട് ആഷിയുടെ കാറിൽ. സോ ലെറ്റ് us go fast, ഓക്കെ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി. അമ്മ എടുത്തു കാർഡ്. നമ്മൾ തിരിച്ചു പോവാണ്. Number 1. Yeah. Better Kuchu. It smells so good here. Hello. It is Ashi's car. ഇവിടെ തണുപ്പല്ലോ ഉച്ചു. I like it. It's so cold here. നമുക്ക് പെൻസിൽവേനിയയിലാണെങ്കിൽ ഈ സമയം ഭയങ്കര ചൂടാണ്. ഇവിടെ നല്ല തണുപ്പ്. തണുപ്പ് മീൻസ് നല്ലൊരു ക്ലൈമറ്റ്. How do you know? Huh? It looks. How come it's so? Because you see how it has a license plate? The license plate number is different. That's how you identify a unique car. Oh, Yeah. so much. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനും കുച്ചുവും ഹോട്ടലിൽ വന്നു. നമ്മളിവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ഒരു വെൻഡിങ് മെഷീനുണ്ട്. അവിടെ നിന്നൊരു കുപ്പി വെള്ളം മേടിക്കാമെന്ന് വിചാരിച്ച് വന്നു. കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി എൻ്റെ കസിൻ്റെ കാറ് വെച്ചിട്ട് മറന്നുപോയി. അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നല്ല ടയർഡാണ്. ഇപ്പം ഇവിടെ സമയം 10 മണിയൊക്കെ ആയുള്ളൂ ശരിക്കും. പക്ഷെ ഞങ്ങളുടെ സമയം 1 മണിയായി. കാരണം പെൻസിൽവേനിയക്കാട്ടിലും 3 മണിക്കൂർ പുറകോട്ടാണ് കാലിഫോർണിയയിലെ ടൈം. Pennsylvania, what time? സോ 1 o'clock നൈറ്റ് ടൈം. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഉറങ്ങാറായി. അപ്പം നമ്മുടെ 3-ാമത്തെ ദിവസം രാവിലെയാണ്. ഇന്ന് വൈകിട്ടാണ് നമ്മൾ തിരിച്ച് ഫിലഡൽഫിയയിൽ പോകുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ ബ്ലോഗ് ഇവിടെ വൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാനും കൊച്ചും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു ചൈനീസ് ആൾക്കാർ ഇവിടെ കുറേ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മളിവിടെ അമേരിക്കയിൽ കുറേ ഹോട്ടലുകളൊക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ രാവിലത്തെ ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ ഈ ഹോട്ടലിൽ ചൈനീസ് ആൾക്കാരുടെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കണ്ടു. ലൈക്ക് അവരുടെ റൈസും സൂപ്പും ഒക്കെ. അങ്ങനെ ഒത്തിരി ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡൊന്നും ഇല്ല. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ബേഗൽ, മഫിൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡും ചീസും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുന്ന ഇറ്റ്സ് ലൈക്ക് ഓംലെറ്റ് പോലെ മുട്ടയുടെ ഓരോ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് എന്തായിരുന്നു ലൈക്ക് സോസേജ് ഉണ്ട്, ലൈക്ക് പിന്നെ പൊട്ടറ്റോയുടെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ഇപ്പുറത്താണ് എന്നെ അതിശയിപ്പിച്ച ഈ ഒരു സൂപ്പ്, ചൈനീസ് ആൾക്കാരുടെ സൂപ്പ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ആ റെസ്റ്റോറൻറ്റിലോട്ട് നോക്കിയപ്പോഴത്തേനും 95% അവിടെ ഇരിക്കുന്നതെല്ലാം ചൈനക്കാരാണ്. അപ്പോൾ പിന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇല്ലെങ്കിൽ മോശമല്ലേ. എനിവേ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തത്. ബേക്കലുണ്ട്, എഗ്ഗുണ്ട്, സോസേജ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. കംകുച്ചു. പിന്നെ ചൈനീസ് ആൾക്കാരോട് ഐക്യദാർഢ്യം കാണിച്ച് ഞാൻ കുറച്ച് സൂപ്പ് എടുത്തു. അപ്പോൾ ഇതാണ് സൂപ്പ്. ഇതാണ് കുച്ചുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ഈ പൊട്ടറ്റോയുടെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അവൻ അതെടുത്ത്. സോസേജ് ഉണ്ട്, സം കൈൻഡ് ഓഫ് മഫിൻ ഓർ കപ്പ് കേക്ക്, പിന്നെ ഒരു ബേഗലുണ്ട്. അപ്പം ഞാൻ ആദ്യമേ ചീസ് ബ്രെഡാണ്. ചീസ് ബ്രെഡ് വെച്ചിട്ട് ബേഗൽ സ്പ്രെഡ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലുള്ളപ്പോൾ രാവിലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ ആകുമ്പം മിക്കവാറും ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഇവിടെ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്കത് മിസ് ചെയ്യാനായിട്ട് തോന്നത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ചീസ് ബ്രെഡ് വെച്ചിട്ട് ബേഗൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. ദാറ്റ്സ് ഓൾ. സീ വിത്ത് അനദർ വീഡിയോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഫിലഡൽഫിയയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ.